നമ്മൾ ഈ സാമ്പാറിൽ ഉപയോഗിക്കുന്ന ആ പരിപ്പ് തന്നെയാണിത്. ഇത് അതിനുള്ള തുവരയാണിത് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഉണങ്ങി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അല്ലേ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാമ്പാർ പരിപ്പ് ഉണ്ടാക്കുന്നത്. ഈ സാമ്പാർ പരിപ്പ് നമ്മൾ ഇത് ഏകദേശം ഒരു എന്താ പറഞ്ഞാൽ ഇത്ര ഹൈറ്റേ വരുള്ളൂ. ഏകദേശം 40 കൊല്ലത്തോളമായി ഈ വിത്ത് കയ്യിൽ കിട്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ് ഈ സാധനം തന്നെ. ഇതിപ്പോൾ മഴ പെയ്ത് അതിൻ്റെ ഒരു ഇത് കാരണം കൊണ്ട് ചെറുതായിട്ട് മേലെ തോലിൻ്റെ മേലൊക്കെ ഒരു ഫംഗസ് പോലെ ഉണ്ട്. ആ കാര്യത്തിൽ അതിപ്പോൾ മറ്റേ ഉണങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളും. അത് ഉള്ളിലുള്ള പരിപ്പിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് മറ്റേ എന്താ പറയുക, ഇത് നമ്മൾ കടയോടെ വെട്ടിക്കഴിഞ്ഞാൽ വെയിലത്തിട്ട് കഴിഞ്ഞാൽ കാലത്ത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കും മറ്റേ കടയോടെ പിടിച്ച് താഴെ തല്ലിക്കഴിഞ്ഞാൽ ഇത് മണി വേറെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഈ മഞ്ഞിൻ്റെ ആ ഒരു ഈർപ്പം കൊണ്ട് ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ കൃഷി എങ്ങനെ? ഇത് വിഷു കഴിഞ്ഞ ഉടനെ നമ്മൾ വരമ്പത്ത് കുത്തിയിടും. ഏപ്രിൽ മാസം ഈ കായ തന്നെ നമ്മൾ വിത്ത് നല്ല ക്വാളിറ്റി വിത്തോടുകൂടി നമ്മൾ എടുത്തു വയ്ക്കും. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വിത്തിനുള്ളത് സ്പെഷ്യലായിട്ട് എടുത്തിട്ട് അതിന് നമ്മളത് ഭരണിയിലിട്ട് വയ്ക്കും. മണലിട്ടിട്ട് ഭരണിയിലിട്ട് വയ്ക്കും. അപ്പോൾ പിന്നെ വേറെ കീടങ്ങളുടെ അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല. മേലെ മണലൊക്കെ ഇട്ടിട്ടാക്കി എടുത്ത് വയ്ക്കാം. അത് തന്നെ വിഷു കഴിഞ്ഞ ഉടനെ ഇത് കുത്തിയിടും. പാടത്ത് ചെറിയ ഭാഗത്ത് നമ്മൾ കുത്തി മറ്റേ കൈക്കോട്ടോ അല്ലെങ്കിൽ ചെറിയത് കൊണ്ട് ഇളക്കിയിട്ട് അതിനകത്ത് കുത്തിയിടും. 2-3 വിത്തൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിത്ത് ചെടി നോക്കി നമ്മൾ അതിനകത്ത് നിർത്തി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഏപ്രിലിൽ ചെയ്തതാണ്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും കായായി 1 വർഷം എടുക്കും. അതിൻ്റെ കാലാവധി ഏകദേശം ഈ സമയമാണ് വരുന്നത്. ഇത് സമയം കഴിഞ്ഞു, കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പ്രത്യേകിച്ച് പാടങ്ങൾ തന്നെ ചാണകം ആട്ടുംകഷ്ടം പോലുള്ള പണി കൊടുക്കാൻ ഞാൻ അതുപോലും കൊടുക്കാറില്ല. ഇതിലിപ്പോൾ ഞാൻ സസ്യാമൃതം മാത്രമേ കൊടുക്കാറുള്ളൂ. ഇതിനകത്ത് സ്പ്രേ കൊടുക്കുന്നത് പാടത്ത് സ്പ്രേ കൊടുക്കുമ്പോൾ തന്നെ അതോടൊപ്പം ചേർത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് വിടും. ഇത് മറ്റേ ഡ്രൈ ഏരിയയിൽ കൃഷി ചെയ്യേണ്ടതാണ്. തമിഴ്നാടും ആന്ധ്രയും കർണാടകയിലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒന്നും ഈ ലൈറ്റായിട്ടുള്ള മഴ തട്ടിയാൽ തന്നെ കിട്ടാവുന്ന കൃഷിയാണ്. മറ്റേ നെല്ലോ ബാക്കിയുള്ളതുമാതിരി ഫുൾ ടൈം വെള്ളം വേണമെന്നൊന്നുമില്ല ഇതിനകത്ത്. ഇത് ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം വന്നോളൂ. പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വരുമ്പത്തുണ്ട് നമ്മുടെ കാലാവസ്ഥയിലുള്ള ഇടയ്ക്കുള്ള മഴകളും മറ്റു കാര്യങ്ങളും അത് തന്നെ കിട്ടിയാൽ മതിയാവും. ഇതെല്ലാം ഇതെല്ലാം ആയി മുഴുവനും ഫുൾ കൊലയായിട്ട് നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്യാം. കുറച്ച് പാടത്തെ പണി കാരണം കുറച്ച് ലേറ്റ് ആയെന്ന് മാത്രം, അതേ ഉള്ളൂ. അതിനു വേണ്ടി പെൻഡിങ് ഇട്ട് വെച്ചെന്ന് മാത്രം. മൊത്തം ഇതാണ്. ഫുള്ള് ഇതാണ്. ഇതിനകത്ത് തന്നെ ഏകദേശം 100 ചില്ലാനും ചെടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്.